മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെത്. കൃഷ്ണകുമാറിന്റെ മൂത്ത മകളായ അഹാന കൃഷ്ണയെക്കുറിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും വലിയ അഭിപ്രായം തന്നെയാണ്. ഈ അടുത്തിടെയാണ് അഹാന വിവാഹിതയാകാൻ പോവുകയാണ് എന്നുള്ള ചില സൂചനകളൊക്കെ തന്നെയും താരകുടുംബം പുറത്തുവിട്ടിരുന്നത്. പിന്നീട് അങ്ങോട്ട് അഹാന കൃഷ്ണയുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ ഫാമിലിയെ ഇഷ്ടപ്പെടുന്ന ഒരു പിടി ആരാധകരെല്ലാവരും. ഇപ്പോഴത്തെ അതിന് ചെറിയൊരു സൂചന ലഭിച്ചിരിക്കുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന അഭ്യൂഹം. തന്റെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുള്ള താരം തന്നെയാണ് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ. അങ്ങനെ ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ദിയ കൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു കാര്യം പുറത്തുവിട്ടത്. തിരുവനന്തപുരത്ത് നിന്നും വർക്ക് ചെയ്യാൻ പറ്റുന്ന മെഹന്തി ആർട്ടിസ്റ്റിനെ തേടിയാണ് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ദിയ എത്തിയത്. മെഹന്തി നന്നായിട്ടിടാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യൂ എന്നായിരുന്നു ദിയയുടെ കുറിപ്പ്. ഇതോടെ സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പ് ഏറെ ശ്രദ്ധ നേടുകയായിരുന്നു. അഹാനയുടെ വിവാഹമായോ, അതുകൊണ്ടാണോ ഇപ്പോൾ മെഹന്തിയൊക്കെ ഇടുന്നത് എന്നാണ് പ്രേക്ഷകരെല്ലാവരും തിരക്കുന്നത്. അതേസമയം ഇതിനൊരു വ്യക്തത താരകുടുംബം നൽകിയിട്ടില്ല. എങ്കിലും ദിയയുടെ പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് ഇത് അഹാനയുടെ വിവാഹമാണോ എന്നൊക്കെ തന്നെയും തിരക്കിക്കൊണ്ട് എത്തിയത്. ഈ അടുത്തിടെയായിരുന്നു അഹാനയും അമ്മുമ്മയും തമ്മിലുള്ള ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വലിയ വിഷയമായി മാറിയത്. വലിയ ചർച്ചാ വിഷയമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. അതിനിടയിൽ അഹാന അമ്മൂമ്മയ്ക്ക് ഒരു മെസ്സേജും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കല്യാണത്തിന് പോലും നിന്നെ വിളിക്കില്ല എന്നായിരുന്നു അമ്മൂമ്മയുടെ മെസ്സേജ്. ഇതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇപ്പോൾ വലിയ സംശയമായിരിക്കുകയാണ് അഹാനയുടെ വിവാഹമാണോ എന്ന്. അന്ന് ആ പ്രശ്നത്തിനിടെ വിവാഹത്തെക്കുറിച്ച് അഹാന പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും പ്രേക്ഷകരെല്ലാവരും അഹാനയുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദേവിയുടെ വിവാഹം പോലെ തന്നെ ഗ്രാൻഡ് ആയിട്ട് തന്നെയായിരിക്കും അഹാനയുടെ വിവാഹം എന്ന് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത്. കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും നിങ്ങൾക്ക് ഇഷ്ടமான അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.